നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വസ്ത്രവ്യാപാര സ്ഥാപനമായ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാനുള്ള SIയുടെ ആഹ്വാനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഇസ്രായേലുമായി സഹകരിക്കുന്നതുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാനാണ് ആഹ്വാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലെ വസ്ത്രവിതരണ സ്ഥാപനമായ സ്റ്റുഡിയോയ്ക്ക് പുറമെ ഇസ്രായേലുമായി സഹകരണമുള്ള മുൻനിര ബ്രാൻഡുകളെയും SIO ബഹിഷ്കരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രതീകാത്മക പ്രതിഷേധമെന്നാണ് SIയുടെ വാദം. സ്റ്റുഡിയോ മാത്രമല്ല ബഹിഷ്കരിക്കുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിംബോളിക് മാത്രമാണ്. അതല്ലാത്ത ധാരാളം കമ്പനികൾ SIO നേരത്തെ തന്നെയും ഇറക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയുടെ കോഴിക്കോട് ഷോറൂമിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ബഹിഷ്കരണത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റുഡിയോയെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ സജീവമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലുടനീളവും തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു പോരാട്ടമാണ്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംനയും ആജ്ഞാരവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ഷംനയിലേക്കാണ്. ഷംന, ഈ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനുമായി സഹകരിക്കുന്നതുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നും വസ്ത്രം വാങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ഈ ഒരു രീതിയിൽ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഇസ്ലാം മത വിശ്വാസി സമൂഹം ഈ ആഹ്വാനത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. സ്റ്റുഡിയോയെ അനുകൂലിച്ചും എതിർത്തും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ഈ വിഷയം സംഘപരിവാർ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഈ വിഷയവുമായി ഉയർന്നു വരുന്ന ചർച്ചകൾ? തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബോയ്ക്കോട്ട് ആഹ്വാനവുമായി പല സംഘടനകളും രംഗത്തെത്തിയതും അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. അത് സ്റ്റുഡിയോക്കെതിരെ ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് സംഘടനയായ SIO പറയുന്നത് ഈ ഇസ്രായേലിനെ ടാറ്റ ഗ്രൂപ്പ് പിന്തുണയ്ക്കുന്നു, അതുകൊണ്ട് ബോയ്ക്കോട്ട് ആഹ്വാനം എന്നാണ്. അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് സ്റ്റുഡിയോ മാത്രം? കാരണം മറ്റ് ഈ പറയുന്ന ഈ സംഘടനയിലെ വിദ്യാർത്ഥികളടക്കം മറ്റ് ഗതാഗതത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടാറ്റയുടെ എത്രയോ സർവീസുകളുണ്ട്, ഗതാഗത ഉൾപ്പെടെയുള്ള സർവീസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോയ്ക്കോട്ട് ആഹ്വാനവുമായി രംഗത്തെത്തുകയാണെങ്കിൽ ടാറ്റയുടെ എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ സർവീസുകളെയും ബോയ്ക്കോട്ട് ചെയ്യണം. അതല്ലാതെ എന്തിന് സ്റ്റുഡിയോയെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നതാണ് പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ബോയ്ക്കോട്ട് ആഹ്വാനം സ്റ്റാർബക്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ഉയർന്നു വന്നതാണ്. അന്നൊക്കെ ആ ബോയ്ക്കോട്ടിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഒരു തരംഗമുണ്ടായിരുന്നതെങ്കിൽ, അതായത് ഈ ബോയ്ക്കോട്ട് ആഹ്വാനത്തിനെ പിന്തുണച്ച് ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും ഒക്കെ ആയി തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള കമൻറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു ബോയ്ക്കോട്ട് സ്റ്റുഡിയോക്ക് പിന്നാലെ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഈ സംഘപരിവാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ. അതായത് ഈ സ്റ്റുഡിയോ ടാറ്റ ഗ്രൂപ്പ് കൃത്യമായി തന്നെ ദേശീയതക്കൊപ്പം നിലകൊണ്ട ഒരു സ്ഥാപനമാണ്, ഒരു ഗ്രൂപ്പാണ്. ടാറ്റ കമ്പനി അങ്ങനെയാണ്, ടാറ്റ ഗ്രൂപ്പ് അങ്ങനെയാണ്. എപ്പോഴും ദേശീയതയ്ക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട ഒരു സ്ഥാപനമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പോലും കൃത്യമായ ഒരു നിലപാട് ജമാഅത്തെ ഇസ്ലാമി സംഘടന പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ, രാജ്യത്തിന് നേരെ ഒരു അറ്റാക്ക് വന്നപ്പോൾ അതിൽ പ്രതികരിക്കാത്തവർ എന്തിന് ഈ മറ്റ് കാര്യങ്ങളിൽ, ഗാസ അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം നിലപാടുമായി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ ചോദിക്കുന്നതും. ഒപ്പം തന്നെ ഈ ബോയ്ക്കോട്ട് സ്റ്റുഡിയോ ആഹ്വാനം തുടങ്ങിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സ്റ്റുഡിയോ ഷോപ്പിംഗ് സംഘപരിവാർ കേന്ദ്രം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ബില്ലുകളടക്കം, സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലുകളടക്കം പോസ്റ്റ് ചെയ്താണ്
ഇവർ ഈ ക്യാമ്പയിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്നതും. അതായത് സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് സുഡിയോ എന്നതാണ് ഈ വിമർശകർ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം. അതായത് നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തോളൂ, ഇസ്രായേലിനെ പിന്തുണയ്ക്കണമെന്നില്ല, ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ നടത്തിക്കോളൂ, അങ്ങനെയാണെങ്കിൽ സുഡിയോ മാത്രമല്ല. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി വിഭാഗം വ്യക്തമാക്കുന്നത് സുഡിയോയെ മാത്രമല്ല, ഞങ്ങൾ സുഡിയോ വെറും ഒരു സിംബോളിക് കാര്യം മാത്രമാണ്. സുഡിയോയെ പ്രതിനിധീകരിച്ച് മറ്റ് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. സാറ, H&M, ടോം, അത്തരം ബ്രാൻഡുകളെ ഒക്കെ ഞങ്ങൾ ഇത്തരത്തിൽ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഗതാഗതം നടത്തുന്നത് ടാറ്റയുടെ വാഹനങ്ങളിലാണ്. ഈ വിമാന സർവീസുകളടക്കം ടാറ്റ കമ്പനിയുടെ കീഴിൽ വരുന്നതുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം യാത്രകളെ അടക്കം നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമോ എന്നൊരു തീർച്ചയായും അത് തന്നെയാണ് ഷംന ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. എന്തായാലും ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇവിടെ ടാറ്റയെ ബഹിഷ്കരിക്കുന്നവർ എന്തുകൊണ്ട് എയർ ഇന്ത്യയിൽ കയറി ഹജ്ജിന് പോകുന്നു? ടാറ്റ മോട്ടേഴ്സിന്റെ വാഹനങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമോ? ഈ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ചും സംഘപരിവാർ അനുകൂല സംഘടനയിൽപ്പെട്ടവർ. ഇതോടൊപ്പം എന്തുകൊണ്ട് സുഡിയോ? ഈ സുഡിയോ മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന SIO പറയുന്നത് മറ്റു പല ഉൽപ്പന്നങ്ങൾ, സാറ പോലെയുള്ള മറ്റു പല ഉൽപ്പന്നങ്ങൾ, വസ്ത്ര വ്യാപാര ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റുഡിയോയ്ക്ക്, എറണാകുളത്തെ ഒരു സ്റ്റുഡിയോയ്ക്ക് മുന്നിലാണ്, എങ്ങനെയാണ് ഈ യുവജനങ്ങൾ ഈ ആഹ്വാനത്തോട് പ്രതികരിക്കുന്നത്? ഇതൊരു മോശപ്പെട്ട പ്രവണതയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം, ഒരു വിദേശ രാജ്യത്തിൻ്റെ ഉൽപ്പന്നം, ഒരു ഇന്ത്യയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ രീതിയിൽ ഒരു വിമർശനവും ഉയർന്നു വരുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇപ്പോൾ കത്രിക്കടവിലുള്ള സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അവിടെ അകത്തുനിന്ന് അവിടുത്തെ മാനേജറിയൽ പോസ്റ്റിലുള്ള ആളുകളോട് വരെ ഞാൻ സംസാരിച്ച് നോക്കി. പക്ഷെ അവർക്ക് പരിമിതികളുണ്ട് ഒഫീഷ്യൽ ഇതായതുകൊണ്ട്. പിന്നെ അവരുടെ കസ്റ്റമേഴ്സിനെ അത്തരത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാട് കൂടി അവർ സ്വീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്കെതിരെയുള്ള പ്രതിഷേധം എന്നവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പലരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു, പ്രത്യേകിച്ചും സ്റ്റുഡിയോയിലെ ജീവനക്കാരോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു, ഇന്ന ആവശ്യത്തിനാണ് നമ്മളിവിടെ എത്തിയത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് രാജ്യസുരക്ഷയാണോ അതോ മതമാണോ പ്രധാനം എന്നുള്ളതാണ്. കാരണം ഇസ്രയേലും ഇന്ത്യയും ചേർന്നൊരു പ്രതിരോധ കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ടാറ്റയാണ്. ഈ ടാറ്റയെ അതെങ്ങനെയാണ് ബഹിഷ്കരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എയർ ഇന്ത്യ ടാറ്റയുടെ വിമാന കമ്പനിയാണ്. ഹജ്ജിന് പോകണമെങ്കിൽ എയർ ഇന്ത്യയിൽ കയറി വേണം പോകാൻ. അങ്ങനെയെങ്കിൽ ഇത്തരം വിമാന കമ്പനികളെയും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്ന് പറയുന്നത് സ്റ്റുഡിയോ അല്ല, അല്ലെങ്കിൽ ടാറ്റയുടെ TCS അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് തന്നെയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. അത്തരം നടപടിക്രമങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമി സംഘടന വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പറയുമ്പോഴും, പഹൽഗാമിൽ ഇത്രയുമധികം ആൾക്കാരെ മതം പറഞ്ഞു കൊലപ്പെടുത്തിയപ്പോഴും ഒരു മെഴുകുതിരി പോലും കത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന SIOയോ തയ്യാറായോ എന്നുള്ള ചോദ്യവും കൂടി ബാക്കിയാകുന്നുണ്ട്. കാരണം ഇവിടെ ചോദ്യമാകുന്നത് രാജ്യസുരക്ഷ തന്നെയാണ്, രാജ്യസ്നേഹം തന്നെയാണ്. ഇവിടെ പ്രധാനം, അതായത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യ രാജ്യത്തിൽ പാലിക്കേണ്ടുന്ന എല്ലാ മതസംഘടനകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ പണ്ട് പറയുന്നത് പോലെ ഈ മതം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ നാനാത്വത്തിലെ ഏകത്വത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ. ഇങ്ങനത്തെ ഒരു വലിയ ബൃഹത്തായ കോൺസെപ്റ്റും ബൃഹത്തായ സംസ്കാരവുമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഒരു രാജ്യത്തിൽ പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി ചിന്തിക്കുന്ന കേരളം പോലത്തെ ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ SIO അതും പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിൻ്റെ വഴിയായിരിക്കണം അതിനാദ്യമായി പ്രതിഷേധിച്ചത്. ടാറ്റയുടെ പ്രധാനപ്പെട്ട, അതായത് തുണിത്തരങ്ങൾ വാങ്ങാൻ ഈ സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കടകളിലേക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പം ടോമി ഹിൽഫിഗറുണ്ട്, അതല്ലെങ്കിൽ സ്കെച്ചേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള കുറേയേറെ, അതായത് കാൽവിൻ ക്ലെയിൻ തുടങ്ങിയ കുറേയേറെ ബ്രാൻഡുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഈ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ
വ്യാപകമായിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിൽ സ്റ്റുഡിയോയിലേക്ക് പോവുക അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് പ്രതിഷേധം അറിയിച്ച് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ SIOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൽ പറയുന്ന കുറേ ഇതിനെ അഡിഡാസിനെ ഉൾപ്പെടെയുള്ള കുറേ ബ്രാൻഡുകളെ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ടാറ്റ, അത് പ്രത്യേകിച്ചും ഇന്ത്യൻ കമ്പനിയായ ടാറ്റയെ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം പറയുന്നത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഹമാസ് എപ്പോഴും മനുഷ്യമറയെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുവെന്ന് ലോക നിരീക്ഷണം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ മാത്രം, അതായത് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് മാത്രം ഇവർക്ക് SIOയ്ക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ആധിയുള്ളത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് ചോദ്യമാകുന്നത്. മാത്രമല്ല മറ്റു പല സുഡാനിലുണ്ട്, ലബനീസിലുണ്ട്, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇതിലൊന്നും ആധി വരാതെ എന്തുകൊണ്ടാണ് ഗസയിലെ കുഞ്ഞുങ്ങളെ പറ്റി മാത്രം ഇത്ര ആധി എന്ന് പറയുന്ന ഒരു സാഹചര്യം, പറയിപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് മാത്രം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയെ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനും ആയിഷത്തുൽ ഷംനയുമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. हर देशवासी पूरी शक्ति से खड़ा है। साथियों, जिन लोगों की क्रॉस बॉर्डर फायरिंग में मृत्यु हुई है, उनके परिवार के सदस्य को कुछ दिन पहले ही नियुक्ति पत्र सौंपे गए हैं। सेलिंग से प्रभावित 2000 से ज्यादा परिवारों की तकलीफ भी हमारी अपनी तकलीफ है। इन परिवारों को शेलिंग के बाद अपने घर की मरम्मत के लिए आर्थिक मदद दी गई थी। अब केंद्र सरकार ने ये तय किया है कि इस मदद को और बढ़ाया जाए। आज के इस कार्यक्रम में मैं इसकी भी जानकारी आपको देना चाहता हूं। साथियों, जिन घरों में बहुत ज्यादा नुकसान हुआ है, उन्हें अब 2 लाख रुपए, और जो घर आंशिक रूप से क्षतिग्रस्त हुए उन्हें 1 लाख रुपए की सहायता अलग से दी जाएगी, अतिरिक्त दी जाएगी। यानी अब उन्हें पहली बार की मदद के बाद ये एक्स्ट्रा धनराशि मिलेगी। साथियों, हमारी सरकार बॉर्डर किनारे बसे लोगों को देश का प्रथम प्रहरी मानती है। बीते दशक में सरकार ने बॉर्डर के जिलों में विकास और सुरक्षा के लिए अभूतपूर्व काम किया है। इस दौरान करीब 10,000 नए बंकर्स बनाए गए हैं। इन बंकरों ने ऑपरेशन सिंदूर के बाद बने हालात में लोगों का जीवन बचाने में बड़ी मदद की है। मुझे बताते हुए खुशी है कि जम्मू और कश्मीर डिवीजन के लिए 2 बॉर्डर बटालियन बनाई गई है। 2 वुमेन बटालियन बनाने का भी काम पूरा कर लिया गया है। साथियों, हमारा जो इंटरनेशनल बॉर्डर है, उसके पास जो बहुत दुर्गम इलाके हैं, वहां भी सैकड़ों करोड़ रुपया खर्च करके नया इंफ्रा बनाया जा रहा है। कठुआ से जम्मू हाईवे को 6 लेन का एक्सप्रेसवे बनाया जा रहा है। अखनूर से पूंछ हाईवे का भी चौड़ीकरण किया जा रहा है। वाइब्रेंट विलेज प्रोग्राम के तहत भी बॉर्डर के गांवों में विकास के काम को और गति दी जा रही है। जम्मू कश्मीर के 400 ऐसे गांव जहां ऑल वेदर कनेक्टिविटी नहीं थी, उन्हें 1800 किलोमीटर की नई सड़कें बिछाकर जोड़ा जा रहा है। इस पर भी
सरकार 4,200 करोड़ रुपए से ज्यादा खर्च करने जा रही है। साथियों, आज मैं जम्मू कश्मीर के आप लोगों से, खासकर यहां के नौजवानों से एक विशेष आग्रह भी करने आया हूं। और जम्मू कश्मीर की धरती से मैं देश को भी आग्रह करना चाहता हूं। आपने देखा है कि कैसे ऑपरेशन सिंदूर ने आत्मनिर्भर भारत की ताकत दिखाई है। आज दुनिया भारत के डिफेंस इकोसिस्टम की चर्चा कर रही है और इसके पीछे एक ही कारण है, हमारी सेनाओं का मेक इन इंडिया पर भरोसा। सेनाओं ने जो कर दिखाया, अब वही हर भारतवासी को दोहराना है। इस साल के बजट में हमने मिशन मैन्युफैक्चरिंग की घोषणा की है। इस मिशन के तहत सरकार मैन्युफैक्चरिंग को नई उड़ान देने का काम कर रही है। मैं जम्मू कश्मीर के युवाओं से कहूंगा, आइए इस मिशन का हिस्सा बनिए। देश को आपकी आधुनिक सोच चाहिए, देश को आपके इनोवेशन की जरूरत है। आपके आइडिया, आपकी स्किल भारत की सुरक्षा को, भारत की अर्थव्यवस्था को नई ऊंचाई देंगे। पिछले 10 वर्षों में भारत एक बड़ा डिफेंस एक्सपोर्टर बना है। अब हमारा लक्ष्य है दुनिया के टॉप डिफेंस एक्सपोर्टर्स में भारत का नाम भी शामिल हो। इस लक्ष्य की ओर हम जितना तेजी से बढ़ेंगे, उतनी ही तेजी से भारत में रोजगार के लाखों नए अवसर पैदा होंगे। साथियों, हमें एक और संकल्प लेना है। जो सामान भारत में बना हो, जिसमें हमारे देशवासियों का पसीना लगा हो, हम सबसे पहले उसे ही खरीदें। और यही राष्ट्रभक्ति है, यही राष्ट्र की सेवा है। सीमा पर हमें हमारी सेनाओं का मान बढ़ाना है और बाजार में हमें मेड इन इंडिया का गौरव बढ़ाना है। साथियों, एक सुनहरा और उज्जवल भविष्य जम्मू कश्मीर का इंतजार कर रहा है। केंद्र सरकार और यहां की सरकार मिलकर विकास के कार्यों में जुटे हैं, एक दूसरे को सहयोग कर रहे हैं। शांति और खुशहाली के जिस रास्ते पर हम आगे बढ़ रहे हैं, हमें उसे लगातार मजबूत करना है। मां वैष्णो देवी के आशीर्वाद से विकसित भारत, विकसित जम्मू कश्मीर का यह संकल्प सिद्धि तक पहुंचे, इसी कामना के साथ आप सभी को फिर से ये ढेर सारे विकास के प्रोजेक्ट के लिए और एक से बढ़कर एक शानदार प्रोजेक्ट के लिए मैं बहुत बहुत बधाई देता हूं। दोनों मुट्ठी बंद करके पूरी ताकत से मेरे साथ बोलिए, भारत माता की। आवाज हिंदुस्तान के हर कोने में गूंजनी चाहिए। भारत माता की, भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। ഇടവേള.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനും പിതാവിനുമെതിരെ വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. 400 അംഗങ്ങളുള്ള ഫെഫ്കയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും റെനി ജോസഫ് ഭീഷണി സന്ദേശമിട്ടു. കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര, ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളരും അവള്. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ്. അസോസിയേഷനോട് പറയാണ് വിടൂല്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെ എടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനെടുക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോകും. ഈ നാളെ തോമസിനെ തൂക്കട കണ്ടോ? തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് ബന്ധങ്ങളാ. എല്ലാവർക്കും അറിയാലോ മലയാള സിനിമയ്ക്ക്. തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പൊ ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സാന്ദ്ര എന്തിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവൂ. അത് ഇവളുടെ അപ്പൻ തരും. ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന നാളെ കാലത്ത്. പാലാരിവട്ടം പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ, ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, രാത്രിയായി, കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ. കാര്യം എനിക്ക് 2 കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം SIT വിളിച്ചാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു. സാന്ദ്രയുടെ പിതാവ് തോമസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്നാണ് തോമസ് പ്രതികരിച്ചത്. അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത്. അതുമല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേന് ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം, പോലീസിനെയും കോടതിയും ഇത് ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇതും ഉണ്ടായിട്ടില്ല, നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്കും വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ്. അതേസമയം ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ പുറത്താക്കിയതായി ജനറൽ സെക്രട്ടറി ഷിബു ജി സുശീലൻ അറിയിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ സാന്ദ്ര തോമസും സിനിമാ സംഘടനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് മറ്റൊരു തലത്തിലേക്ക് വരെ നീങ്ങുന്നു. അതായത് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി, പിതാവിനെതിരെ വധഭീഷണി. ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടോ? അതായത് ഒരു സ്ത്രീക്ക് നേരെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, ഈ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയും, അതായത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്, ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഈ വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തത്? മണിക്കൂറുകളല്ല, മാസമായി, 3 മാസമായി സാന്ദ്ര തോമസ് പരാതി നൽകിയിട്ട്. കാരണം മെയ് മാസത്തിലാണ്
സാന്ദ്ര തോമസിന് ഇത്തരത്തിലൊരു വധഭീഷണി വന്നത്. രാത്രി ഏറെ വൈകിയും പെൺകുട്ടികൾ, 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് സാന്ദ്ര തോമസ്. രാത്രി കുഞ്ഞുങ്ങളെ ഉറക്കുന്ന സമയത്താണ് ഈ റെനി ജോസഫ് നിരന്തരം ഫോണിൽ വിളിക്കുകയും ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കുകയും ഒക്കെ ചെയ്തത്. ഉടനെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ, നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്ന് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ സാന്ദ്ര തോമസ് വിളിച്ച് വിവരം പറയുകയും സെക്യൂരിറ്റിക്ക് വേണമെങ്കിൽ ഒരു പോലീസുകാരനെ വിട്ടയക്കാമെന്ന് ഒരു മറുപടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് സാന്ദ്ര തോമസ് പോലീസിന് പരാതി നൽകിയത്, പാലാരിവട്ടം പോലീസിന് പരാതി നൽകി. പക്ഷേ ഇതുവരേക്കും നടപടിയെടുക്കുവാൻ ആരും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അന്ന് രാത്രി റെനി ജോസഫ് ഫോണിൽ വിളിച്ച ഫോൺ റെക്കോർഡുകളും സന്ദേശങ്ങളും അടക്കമാണ് സാന്ദ്ര തോമസ് പോലീസിന് പരാതിയായി നൽകിയത്. എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. സാന്ദ്ര പറയുന്നത് ഈ FFKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് വളരെ ഹോൾഡ് ഉണ്ട് ഈ രാഷ്ട്രീയമായും പോലീസിലുമൊക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ കേസ് ഒതുക്കി തീർക്കാൻ ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടോ എന്നൊരു സംശയം കൂടിയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളോട് കാണുമ്പോൾ സാന്ദ്ര തോമസ് അങ്ങനെ ഒരു ആശങ്ക കൂടി പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഈ പരാതിയിൽ, പോലീസിൽ നൽകിയ പരാതിയിലും നടപടിയൊന്നും ഉണ്ടായില്ല, അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് DGPക്കും വിജിലൻസിന് പരാതി നൽകുവാനായി സാന്ദ്ര തോമസ് തയ്യാറെടുക്കുന്നത്. ഈ 400 പേരടങ്ങുന്ന, നേരത്തെ നമ്മൾ കേട്ട ഓഡിയോ സന്ദേശം, അത് 400 പേരടങ്ങുന്ന FFKയുടെ ഗ്രൂപ്പിലാണ് റെനി ജോസഫ് ഇട്ടത്. അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഓഡിയോ സന്ദേശം നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ തരത്തിൽ മോശമായി ചിത്രീകരിക്കാമോ ആ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തികച്ചും അശ്ലീലപരമായിട്ടുള്ള, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശമാണ് ഈ റെനി ജോസഫ് നടത്തിയത്. പക്ഷേ ഒരു കാര്യം ടോം, അന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു പരാമർശം റെനി ജോസഫ് നടത്തിയിട്ട് പോലും സംഘടന ഇയാളെ സസ്പെൻഡ് ചെയ്തില്ല, ഒരു താക്കീത് മാത്രമാണ് നൽകിയത്. ഇന്നിറങ്ങിയ അല്പസമയം മുമ്പ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ക്ഷമിക്കണം, ഈ FFKയുടെ ഒരു പത്രക്കുറിപ്പ്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന വിശദീകരണം, അന്ന് ഈ ഓഡിയോ സന്ദേശം കേട്ടിരുന്നു, അതിനുവേണ്ടി അന്ന് യോഗം ചർച്ച ചെയ്യുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മറ്റ് പല അംഗങ്ങളോടും മോശമായി പെരുമാറുന്ന വ്യക്തി തന്നെയാണ്. മദ്യപിച്ച് ഇത്തരത്തിൽ ഓഡിയോ സന്ദേശങ്ങൾ ഇടുകയും പലരെയും വിളിച്ച് മോശം പരാമർശം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് റെനി ജോസഫ്. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സ തേടുന്ന ആളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അയാളെ അന്ന് നടപടി സ്വീകരിച്ചില്ല, ഒരു താക്കീത് കൊടുത്ത് വിട്ടയച്ചു എന്നതല്ലാതെ അയാളെ അന്ന് അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഇതിലൊരു അന്വേഷണം നടത്തുകയോ ഒന്നും തന്നെ സംഘടന ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ മാധ്യമങ്ങളുടെ വാർത്തയായി സാന്ദ്ര തോമസ് പ്രതികരണം നടന്നു, സാന്ദ്ര തോമസ് പ്രതികരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഈ അസോസിയേഷൻ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ അംഗത്വത്തിൽ നിന്നും റെനി ജോസഫിനെ മാറ്റി നിർത്തുവാനും സസ്പെൻഡ് ചെയ്യുവാനും സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്ര തോമസ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൽ നിന്നും പിന്നോട്ടില്ല. നേരത്തെ തന്നെ സാന്ദ്ര തോമസ് തന്റെ നിലപാടുകൾ തുറന്നു പറയുകയും സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ വിമർശനം, അത് സോഷ്യൽ മീഡിയയിൽ നിന്നായിക്കോട്ടെ, സിനിമാ മേഖലയിൽ നിന്നായിക്കോട്ടെ, പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്നായിക്കോട്ടെ, വലിയ രീതിയിൽ വിമർശനം നേരിടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാന്ദ്ര തോമസ്. അതിന്റെ തുടർച്ചയായി തന്നെ നമുക്ക് ഈ ഓഡിയോ സന്ദേശത്തെയും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഇവിടെ സാന്ദ്ര തോമസിനെതിരെ കഴിഞ്ഞ ദിവസം FFK പോലീസിൽ പരാതി നൽകിയിരുന്നു, മാനനഷ്ട കേസ് നൽകിയിരുന്നു. അതായത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അവഹേളിച്ചു എന്ന് പറഞ്ഞ്, അതായത് സാന്ദ്ര ഇവർക്കെതിരെ, അതായത് ഈ റെനിക്കെതിരെ ഈ വധഭീഷണി മുഴക്കിയതിന് പോലീസിൽ പരാതി നൽകിയതിൻ്റെ പ്രതികാരമായിട്ടായിരുന്നോ ഈ FFKയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ സാന്ദ്രയ്ക്കെതിരെ നിയമ നടപടി ഉണ്ടായത്? സാന്ദ്രയ്ക്കെതിരെ പരാതി നൽകാനുള്ള കാരണം? അത് സാന്ദ്ര തോമസ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അധിക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ ഒരു പരാമർശം നടത്തിയത്. അത് സാന്ദ്രയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. താൻ നിർമ്മിച്ച പല സിനിമകളിലും
പ്രൊഡക്ഷൻ കൺട്രോളർമാർ എത്തുകയും അവർ ഈ വലിയ രീതിയിൽ, അതായത് ഈ സിനിമയ്ക്ക് പോലും വലിയ രീതിയിൽ ബഡ്ജറ്റിന് അതീതമായി അതിന് പണം മുടക്കുന്ന, വലിയ രീതിയിൽ പണം മുടക്കേണ്ടി വരുന്ന, അതും ഇവർ കാരണം, പ്രൊഡക്ഷൻ കൺട്രോളർമാർ കാരണം വലിയ രീതിയിൽ പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥ നിർമ്മാതാക്കൾക്ക് പലപ്പോഴും ബാധ്യതയായി മാറുകയാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ചിലർ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ സിനിമയിൽ നിന്ന് പോലും, താൻ നിർമ്മിച്ച സിനിമകൾ പോലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ നല്ല രീതിയിൽ പണം തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ താൻ അവരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കക്കുമ്പോൾ ഞാൻ അറിയാതെ കട്ടോളൂ എന്ന് പരിഹാസ രൂപേണ, അതൊരു ഗതികേട് കൊണ്ടാണ് താൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് ആ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാന്ദ്ര തോമസ് പറയുന്നുണ്ടായി. മറ്റൊരു കാര്യം, ഫെഫ്ക വാളെടുക്കും എന്നതുകൊണ്ടാണ് പല നിർമ്മാതാക്കളും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ പരാതി നൽകാത്തത് എന്നുകൂടി സാന്ദ്ര തോമസ് പറയുന്ന സാഹചര്യമുണ്ടായി. അത് ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ചാണെന്ന് ഇന്നും അപ്പോഴും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ഫെഫ്കയെ ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് മാനനഷ്ടത്തിന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ കേസ് കൊടുത്തത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു ഈ പരാതിയിൽ പറയുന്നത്. അഭിഭാഷക മുഖേന ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. പക്ഷേ സാന്ദ്ര തോമസ് പറയുന്നത് തനിക്ക് നിയമപരമായിട്ടോ മറ്റ് കത്തുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്ന് സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റവുമില്ല. താൻ പറഞ്ഞത് വാസ്തവമാണ്. ഇന്ന് സാന്ദ്ര തോമസിന്റെ അച്ഛൻ തോമസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. താനും നിർമ്മിച്ച സിനിമകളിൽ പലപ്പോഴും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അമിതമായിട്ടുള്ള ചിലവ് അത് സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചിലർ മാത്രം, പേരെടുത്ത് പറയുന്നില്ല, ചിലർ മാത്രം അത്തരത്തിൽ വലിയ രീതിയിൽ സിനിമയ്ക്ക് ബാധ്യത വരുത്തി വെക്കുന്നുണ്ടെന്നാണ് ഇന്ന് തോമസും പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരു കേസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പരാമർശത്തിനെ തുടർന്നാണ് ഈ റെനി ജോസഫ് ഈ സാന്ദ്ര തോമസിനെ മോശമായി, ആ അഭിമുഖം കണ്ടതിനെ തുടർന്നാണ് മോശമായി ഈ ഗ്രൂപ്പിൽ ഓഡിയോ മെസ്സേജ് ഇടുകയും ചെയ്തത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സാന്ദ്ര തോമസ് ആണ് പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കും. പക്ഷേ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കായംകുളത്ത് വീട്ടിൽ നിന്നും 14.5 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ മരുമകൾ അറസ്റ്റിൽ. 1 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കായംകുളം സ്വദേശി സാബു ഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയ കേസിലാണ് മരുമകൾ ഗോപിക പിടിയിലായത്. 2024 മെയ് 10-നാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ധുവിന്റെ സ്വർണം തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുവെന്ന് ഗോപിക പറഞ്ഞതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് 2 മോഷണങ്ങളും പുറത്തു വന്നത്. ബി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇത് 1 വർഷം മുൻപ് നടന്ന സംഭവമാണ്. പക്ഷേ അതുവരെയും 1 വർഷത്തോളം പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ലേ? പോലീസിൻ്റെ കണ്ടെത്തൽ എന്തായിരുന്നു? അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എങ്ങനെയാണ് ഈ മോഷണ കേസിൽ മരുമകളിലേക്ക് അന്വേഷണം എത്തിയത്? ടോം, ഒരു കള്ളം ചെയ്യുന്നു, പിടിക്കപ്പെടുന്നില്ല. ഇതിൽ ആത്മവിശ്വാസമുണ്ടായി വീണ്ടും ഇതേ കള്ളം ആവർത്തിക്കുന്നു, അങ്ങനെ പിടിക്കപ്പെടുന്നു. സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു തീര തന്നെയാണ്. ആദ്യം ഒരു മോഷണം നടത്തി അതിൽ പ്രതി പിടിയിലായില്ലെങ്കിൽ വല്ലാത്ത ആത്മവിശ്വാസമുണ്ടാകും. അങ്ങനെ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഗോപിക പിടിയിലായിരിക്കുന്നത്. 2024-ലാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. സാബു ഗോപാലൻ്റെ മകൻ്റെ ഭാര്യയാണ് ഗോപിക. ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് 14 പവൻ സ്വർണം മോഷണം പോവുകയാണ്. ആ വീടിൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ്. പക്ഷേ ആരാണ് കവർന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ആ സമയത്ത് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് വീട്ടിലെത്തുകയും അവിടെ വന്നുപോയ ആളുകൾ, അതായത് കേബിളിൻ്റെ ആൾക്കാരുണ്ട്, KCBയുടെ ആൾക്കാരുണ്ട്, ആ വീട്ടിൽ വന്നുപോയ ബന്ധുക്കളുണ്ട്, ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി, ഒരു 27 വയസ്സുള്ള പെൺകുട്ടി മോഷണം നടത്തുമെന്ന ഒരു ധാരണയോ അങ്ങനെയുള്ള ഒരു കണക്ക് കൂട്ടലോ ആ വീട്ടുകാർക്കില്ല. മാത്രമല്ല, അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതുവഴി ഉണ്ടാകുന്ന അപമാനം, അതെല്ലാം തന്നെ കണക്കിലെടുത്താണ് ആ കേസിൻ്റെ ഒരു അന്വേഷണം. അത് ഏറെക്കുറെ നിലച്ച മട്ടിലായിരുന്നു. ആരാണ് പ്രതിയെന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അപ്പോഴാണ് ഈ പുതിയ സംഭവം നടക്കുന്നത്. ഇതേ സാബു ഗോപാലൻ്റെ മരുമകൾ ഗോപികയെ മറ്റൊരു ബന്ധു, സാബു ഗോപാലൻ്റെ തന്നെ മറ്റൊരു ബന്ധു 11 പവൻ സ്വർണം ഈ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഈ യുവതിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ബാങ്കിലെ ലോക്കറിൽ വെക്കാൻ പറയുന്നു. അങ്ങനെ ലോക്കറിൽ വെക്കുകയും ആ ലോക്കറിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ ഈ സ്വർണം കൊണ്ടുവരുമ്പോൾ തനിക്ക് ബോധക്ഷയമുണ്ടായെന്നും കയ്യിലുണ്ടായിരുന്ന സ്വർണവും 1000 രൂപയും നഷ്ടമായെന്നും പറയുന്നു.
പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവം കൂടി വന്നതോടെ പോലീസ് കൂടുതൽ ഊർജിതമായി ഈ അന്വേഷണത്തിന് പിന്നാലെ പോവുകയാണ്. ഈ വീട്ടുകാരോ ഗോപികയോ അല്ലെങ്കിൽ ഗോപികയുടെ ബന്ധുക്കളോ ബാങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി എത്തുന്നതിന് മുൻപ് പോലീസ് സംഘം അവിടെ എത്തുകയും ഇങ്ങനെ ലോക്കറിൽ ഈ സ്വർണം വെച്ചിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നു. അവിടുത്തെ രേഖകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ലോക്കറിൽ സ്വർണം വെച്ചിരുന്നില്ല എന്ന കാര്യം മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ ഇതിലെ തട്ടിപ്പ്, ഇതിലെ മോഷണ സാധ്യത പോലീസിന് മനസ്സിലാകുന്നു. തുടർന്ന് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. സ്റ്റേഷനിലേക്ക് ഗോപികയെ വിളിച്ചു വരുത്തി കായംകുളം DOSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഗോപിക പറയുന്നത് തന്നെ ഈ ബന്ധു ഏൽപ്പിച്ച 11 പവൻ മറ്റൊരാളെ ഏൽപ്പിച്ചു, മറ്റൊരു സഹോദരിയെ ഏൽപ്പിച്ചു, അവരാണ് ലോക്കറിൽ വെക്കാൻ പോയത് എന്ന കാര്യം പറയുന്നു. പക്ഷേ അങ്ങനെ പരിശോധിക്കുമ്പോഴും ആ വ്യക്തിയെ വിളിച്ച് പരിശോധിക്കുമ്പോഴും അവർ ലോക്കറിൽ വെക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. അതായത് ലോക്കറിൽ വെച്ചു എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. മാത്രമല്ല തുടർന്ന് ഉള്ള പരിശോധനയിൽ ഗോപികയുടെ ബാഗിൽ നിന്ന് തന്നെ ഈ സ്വർണം കണ്ടെത്തുകയാണ്. 11 പവൻ സ്വർണം. അതായത് രണ്ടാമത്തെ സംഭവത്തിൽ ലോക്കറിൽ വെക്കാൻ കൊടുത്ത സ്വർണം ഗോപികയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തുന്നു. ആദ്യത്തെ സ്വർണം മോഷണം പോയത്, അതായത് 14 പവൻ, അതിൽ നഷ്ടപ്പെട്ടത് 10 പവൻ്റെ മാലയും 4 പവൻ്റെ 4 വളകളും 1/2 പവൻ്റെ താലിയുമാണ്. ഇങ്ങനെ 14.5 പവൻ സ്വർണമാണ് 2024 കവർച്ച അല്ലെങ്കിൽ മോഷണം പോകുന്നത്. ഇതാര് എന്നത്, ആര് എടുത്തു എന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തോടുകൂടി വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഗോപിക പറയുന്നത് തൻ്റെ സ്വർണം, അതായത് ഗോപികയുടെ വിനോദ്, ഈ 1 വർഷം മുൻപ് നടന്ന മോഷണ കേസ് ഒരു ഘട്ടത്തിൽ പോലും ഈ മരുമകളിലേക്ക് ആർക്കും ഒരു സംശയം തോന്നിയിരുന്നില്ലേ? ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും ഇതുപോലുള്ള മോഷണം മറ്റോ നടത്തിയിട്ടുണ്ടോ? അതോ ഈ കുടുംബത്തിൽ മാത്രമാണോ ഇത്ര കുറ്റകൃത്യം ഇവർ ചെയ്തിട്ടുള്ളത്? ഇതിനു മുൻപുള്ള ഏതെങ്കിലും സംഭവങ്ങൾ, ഇവരുടെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ജോലിയുള്ള ഒരു വ്യക്തിയാണോ ഈ മോഷണ കേസിൽ പിടിയിലായ യുവതി? ടോം, ഇതിൽ ഗോപിക പറയുന്നത് താൻ ആദ്യം ഈ സ്വർണം എടുത്തത് തൻ്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലിരിക്കുകയായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് വരുമ്പോൾ, ഈ ഭർതൃഗൃഹത്തിലേക്ക് വരുമ്പോൾ തനിക്ക് കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയത്തിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ഭർത്തൃ വീട്ടിൽ ഇങ്ങനെ ഒരു മോഷണം നടത്തുന്നത്, 14.5 പവൻ എടുക്കുന്നത് എന്ന കാര്യം ഗോപിക പറയുന്നുണ്ട്. അതിന് കാരണമായി പോലീസിനോട് പറയുന്നത് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. ഗോപികയുടെ ഭർത്താവ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടുതൽ താല്പര്യമെടുത്ത് നടത്തിയ ഒരു കല്യാണമാണ്. അങ്ങനെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ സ്വർണം പണയത്തിൽ പോയി ആ സ്വർണം തിരികെ എടുക്കുന്നതിന് ഭർത്തൃ വീട്ടിലെ സ്വർണം കവർന്നു എന്ന കാര്യമാണ് മൊഴിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇതിൻ്റെ സാധ്യതകളെല്ലാം പരിശോധിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആദ്യത്തെ കവർച്ച മറച്ചുവെക്കാൻ കഴിഞ്ഞു. അതിലുണ്ടായ ആത്മവിശ്വാസം അങ്ങനെ രണ്ടാമത്തെ കവർച്ചയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കവർച്ചയിൽ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ലോക്കറിൽ വെച്ചു എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചെടുത്തു എന്ന് പറയുന്നയാൾ പിന്നീട് പോലീസ് രേഖകൾ പരിശോധിക്കുമ്പോൾ ആ ധനകാര്യ സ്ഥാപനത്തിലേക്ക് തന്നെ പോയിട്ടില്ല, അവിടെ അങ്ങനെ ലോക്കറിൽ വെച്ചിട്ടില്ല. പിന്നെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ആ ബന്ധുവിനെ ചോദ്യം ചെയ്യുമ്പോൾ തനിക്ക് അങ്ങനെ സ്വർണം കിട്ടിയില്ല എന്ന് ബന്ധു പറയുന്നു. ഒരുപക്ഷെ ഈ വീട്ടുകാർ തന്നെ നടത്തിയ കാര്യമാണോ, അതായത് ആദ്യത്തെ മോഷണത്തിൽ പ്രതിയാണെന്ന് സംശയിച്ച് വീണ്ടും സ്വർണം കയ്യിൽ കൊടുത്ത് തന്ത്രപരമായി കുടുക്കിയതാണോ എന്ന് പോലും സംശയമുണ്ട്. ഒരുപക്ഷെ അത് വീട്ടുകാർ പറയില്ല. ആദ്യത്തെ 14.5 പവൻ നഷ്ടമാകുന്നുണ്ട്. ഒരുപക്ഷെ ഗോപികയിൽ ആ വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും വീണ്ടും 11 പവൻ നൽകി ഇത് ലോക്കറിൽ വെക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ പൂർണ്ണമായും സ്വതന്ത്രമായി സ്വർണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രതിയെ കൊടുക്കുന്നതിന് വേണ്ടി ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുണ്ടായ നടപടിയാണോ എന്ന് നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും തുടർച്ചയായ 2 സംഭവങ്ങൾ അതിലൂടെ ഇപ്പോൾ ഈ മോഷ്ടാവ് പിടിയിലായിരിക്കുന്നു. ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റേതായ ന്യായീകരണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും വളരെ വലിയ കുറ്റം തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച് ഒരു തെളിയാത്ത കേസിന് കൂടി തുമ്പുണ്ടായിരിക്കുന്നു. 2 മോഷണ കേസുകളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. 1 വർഷം മുൻപ് സ്വന്തം വീട്ടിൽ നിന്നും 14 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലാണ് മരുമകൾ പിടിയിലായിരിക്കുന്നത്. കിളിമാനൂരിൽ അധ്യാപകനും വിദ്യാർത്ഥിനിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ നടപടി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്
ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSSലെ അധ്യാപികയായ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസ്. സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചരണം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചെയ്യുന്നുണ്ട്. ഡാൻ, ഇതിൽ മനംതൊന്ത് ഈ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ മനംനൊന്ത് ഈ വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ അധ്യാപികയ്ക്കെതിരെ നടപടി വന്നിരിക്കുന്നത്? 4 മാസം മുമ്പാണ് ഈ പരാതിക്കിടയാക്കുന്ന സാഹചര്യം. അതായത് ഈ +1 വിദ്യാർത്ഥിനി ഈ സൈലന്റ് ഫിറ്റ്സ് എന്ന ഒരു രോഗബാധയെ തുടർന്ന് 4 മാസമായി അവധിയിലായിരുന്നു, ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ ഈ പെൺകുട്ടി തുടരുന്നതിനിടയിലാണ് സ്കൂളിലെ അധ്യാപകർക്കിടയിൽ ഒരു ചേരിപ്പോര് ഉണ്ടാകുന്നതും അതിൽ ഇപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ള ഈ ചന്ദ്രലേഖ എന്ന അധ്യാപക മറുചേരിയിലുണ്ടായിരുന്ന ഒരു അധ്യാപകനെതിരെ വാട്സാപ്പിലൂടെ അടക്കം, സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അടക്കം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത്. അത് ഈ +1 വിദ്യാർത്ഥിയെ ഈ അധ്യാപകൻ ഉപദ്രവിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിച്ചത്. പക്ഷേ ഈ കുട്ടി ഇക്കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ അധ്യാപിക തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് 4 മാസങ്ങൾക്കിപ്പുറം ഈ പെൺകുട്ടി വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും ഇതൊരു സംസാര വിഷയമായി മാറുകയും താൻ ഇത്രയധികം അപമാനിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇനി പഠനം തുടരാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് ഈ +1 വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത്. അതായത് ഈ അധ്യാപികയ്ക്കെതിരെ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണം, അവരെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം, അതോടൊപ്പം ദൈവ നടപടിയും ഉറപ്പാക്കണം എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകുകയായിരുന്നു. അത് പിന്നീട് വിദ്യാർത്ഥി സംഘടനകളടക്കം ഏറ്റെടുക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബിനടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറുന്ന ഒരു സാഹചര്യം. അതിന് പിന്നാലെ കിളിമാനൂർ പോലീസ് ഈ അധ്യാപികയ്ക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വിശദമായ മൊഴിയെടുത്തതിന് ശേഷം ഒരുപക്ഷെ ഈ നിയമപരമായ നടപടിയുടെ ഭാഗമായി ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം വകുപ്പ് തല നടപടിയും ചന്ദ്രലേഖയ്ക്കെതിരെ ഉണ്ടാകും. ഇതൊരു അധ്യാപകനുള്ള, മറുചേരിയിലുള്ള അധ്യാപകനുള്ള വിരോധത്തിന്റെ പുറത്താണ് ഈ രീതിയിൽ ഒരു കഥകൾ പ്രചരിപ്പിച്ചതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്തായിരിക്കും ഈ അധ്യാപകനുള്ള വ്യക്തിപരമായ വിരോധമാണോ ഈ സംഭവത്തിന് പിന്നിൽ? മാത്രമല്ല, ഈ അധ്യാപകയ്ക്ക് നിലവിൽ നടപടി നേരിട്ട അധ്യാപകയ്ക്ക് മാത്രമാണോ ഈ സംഭവത്തിൽ, ഈ വ്യാജ പ്രചരണത്തിൽ പങ്കുള്ളത്? കൂടുതൽ പേർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചത് ഈ അധ്യാപികയാണ്.
അവരാണ് അത്തരത്തിലൊരു പരാമർശം ഈ അധ്യാപകനെയും ഈ +1 വിദ്യാർത്ഥിനെയും ചേർത്ത് നടത്തിയത് എന്നാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഒരു സംഘടിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ അധ്യാപകനെ ഇങ്ങനെ ബോധപൂർവം വ്യക്തിഹത്യ ചെയ്യുന്നതിനൊരു നീക്കം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാകുകയുള്ളൂ. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കേസിൻ്റെ അന്വേഷണം നടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിളിമാനൂർ CI ആണ് നിലവിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം വിശദമായി ഈ ആരോപണ വിധേയായ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരിക്കുന്ന അധ്യാപികയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അപ്പോൾ മറ്റാർക്കെങ്കിലും ഈ സംഭവത്തിൽ പങ്കുണ്ടോ, എന്താണ് ഈ അധ്യാപകർക്കിടയിൽ ഇങ്ങനെ ഒരു ചേരിതിരിവ് വരാനിടയായ സാഹചര്യം, ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. വൈകാതെ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ എതിർചേരുള്ള അധ്യാപകനെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പെൺകുട്ടിയെ +1 വിദ്യാർത്ഥിനിയെ പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ പ്രചരണം ഉണ്ടായത്. സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് ഈ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസെടുത്തിരിക്കുന്നവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നുണ പരിശോധന നടത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ഫോർട്ട് പോലീസ് വഞ്ചൂർ കോടതിയിൽ അപേക്ഷ നൽകി. കാണാതായ സ്വർണ്ണദണ്ഡ് പിന്നീട് ക്ഷേത്ര കോമ്പൗണ്ടിലെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം ക്ഷേത്ര ജീവനക്കാർ സ്വർണം കവരില്ലെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ പ്രതികരിച്ചു. അതൊരു അബദ്ധം പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാഗിൽ നിന്ന് അത് സ്ലിപ്പായി താഴെ വീണ് മണ്ണിൻ്റെ അടിയിൽ പോയതാണ്. അല്ലാതെ ക്ഷേത്ര ജീവനക്കാർ ഒരിക്കലും ഒരു കാരണവശാലും ഒരു തരി സ്വർണമോ ഒന്നും അവർ മോഷ്ടിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും അഭ്യൂഹങ്ങളുമുണ്ട്. കാരണം ഒരു സ്വർണ്ണദണ്ഡ് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകിച്ചും ഇത്രയധികം CCTVകളും അതുപോലെ വേണ്ടത്ര സുരക്ഷയും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും സ്വർണം എങ്ങനെ കാണാതായി, അത് ജീവനക്കാരറിയാതെ നഷ്ടപ്പെടുമോ, ഇതുമായി ബന്ധപ്പെട്ടാണ് സംശയം ഉയർന്നത്. എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം? പോലീസിൻ്റെ ഒരു സംശയം എന്താണ്? ഇനി നുണ പരിശോധനയ്ക്ക് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത പോലീസിൻ്റെ തീരുമാനം? പോലീസ് ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സ്വർണം കാണാതെ പോയ സംഭവത്തിൽ നുണപരിശോധന നടത്താൻ വഞ്ചിയൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നിന്നും ഒരു സ്വർണം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഒന്നാകെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സ്വർണം കണ്ടെടുക്കുന്നതിന് പകരം അത് സ്ട്രോങ് റൂമിനടുത്ത് അമ്പലത്തിനകത്ത് വെച്ച് തന്നെ തിരിച്ചു ലഭിക്കുകയായിരുന്നു. ആ തിരിച്ചു ലഭിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നമാണ്. കാരണം ആ ഭാഗത്ത് CCTV നിരീക്ഷണം കൃത്യമായ നിരീക്ഷണം ഇല്ലാത്ത ഭാഗത്തു നിന്നായിരുന്നു ഈ സ്വർണ്ണദണ്ഡ് കിട്ടിയിരുന്നത്. അത് തന്നെ സംശയത്തിനിടായിരുന്നു. കാരണം വീണ് പോയതാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇത്രയും കാലതാമസം വരില്ലായിരുന്നു കണ്ടെടുക്കാൻ. അതേപോലെ തന്നെ CCTV ഇല്ലാത്ത കൃത്യമായ ആ ഭാഗത്ത് തന്നെ ഇത് വീണ്ടെടുത്തു. അങ്ങനെ കുറേ സംശയങ്ങൾ പോലീസ് ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. പിന്നെ ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിലൊരു സ്വർണ്ണദണ്ഡ് കാണാതായതിന് പിന്നിൽ എന്നും ഒക്കെ പോലീസ് സംശയം ഉന്നയിച്ചിരുന്നു. ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ നുണപരിശോധന നടത്തി ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. ഈ 108 ഗ്രാം സ്വർണം കാഡ്മിയം കലർത്തിയ സ്വർണം അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വാതിലുകളിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്ന സ്വർണ്ണമായിരുന്നു കാണാതായത്. പിന്നീട് അത് കണ്ടെത്തുകയായിരുന്നു. അതായത് മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതിലൊരു വ്യക്തത, ഇത്രയും ഒരു മാസത്തോളമായി സ്വർണം വീണ്ടെടുത്തിട്ട് അതിലൊരു വ്യക്തത എങ്ങനെ കാണാതായി. ഇതിൽ പലപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണം ഇതിന് മുൻപും കാണാതായിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ തന്നെ അവിചാരിതമായി പല സ്ഥലത്തു നിന്നും സ്വർണം തിരിച്ചു കിട്ടാറുമുണ്ടെന്ന് പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം, ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ പോലീസ് നുണപരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ജീവനക്കാർ എന്തായാലും ഈ രാജകുടുംബാംഗം ഈ ജീവനക്കാരെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പോലീസിൻ്റെ അന്വേഷണത്തോട്, പ്രത്യേകിച്ച് അവരെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള അന്വേഷണത്തോട് ജീവനക്കാർ എന്താണ് പ്രതികരിക്കുന്നത്? ജീവനക്കാരുടെ സംഘടന എന്താണ് പ്രതികരിക്കുന്നത്?
ജീവനക്കാരുടെ സംഘടന സ്വാഭാവികമായിട്ടും അന്വേഷണത്തോട് പൂർണ്ണമായും അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ വ്യക്തത വരണം. കാരണം അമ്പലത്തിൻ്റെ പേരിൽ ക്ഷേത്രത്തിൻ്റെ പേരിലൊരു ചീത്തപ്പേരുണ്ടാകുമ്പോൾ അത് അമ്പലത്തിൻ്റെ ഭാരവാഹികളെയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ബാധിക്കും. ആ ചീത്തപ്പേര് കാലങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിലൊരു കൃത്യമായൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ നടത്തിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ബാഗിൽ നിന്നും കളഞ്ഞുപോയി എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് അങ്ങനെയാണെന്ന് തെളിയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമ്പോൾ കൂടുതൽ ചീത്തപ്പേരിലേക്ക് പോവാതിരിക്കാൻ. കാരണം അത്രയധികം സാമ്പത്തിക ശേഷിയുള്ള അത്രയധികം സാമ്പത്തിക ശേഷി കേരളത്തിൽ ഒരുപാട് ഏറ്റവും അധികമുള്ള ഒരു അമ്പലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കൃത്യമായ കണക്കുകൾ പ്രകാരം വളരെ വലിയ തുക പല നിലവറകളിലായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അറകളിലായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യത വേണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം എങ്കിൽ ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ക്ഷേത്രം ഭാരവാഹികളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള മറുപടി. ഒപ്പം തന്നെ ആദിത്യവർമ്മ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ മോഷണമാണോ നടന്നത് അതോ അബദ്ധത്തിൽ ഈ സ്വർണം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാണോ? ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ വാഹനാപകടത്തിൽ മരിച്ച കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുവെച്ച് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷൈനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൈനിന്റെ ചികിത്സയ്ക്കായി തൃശ്ശൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയിൽ, പ്രത്യേകിച്ച് ഈ സമീപ നാളുകളിൽ ഉയർന്നു വന്ന ലഹരി വിവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പം നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചാക്കോ. മാത്രമല്ല ആ വിവാദത്തിന്, സംഭവത്തിന്, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോയെ ഈ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ലഹരി മുക്തി കേന്ദ്രത്തിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ വിയോഗം സ്വാഭാവികവും വലിയ നഷ്ടം തന്നെയാണ്, വലിയ വേദന തന്നെയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ടോം പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട വിവാദങ്ങളിലെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കൈ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും എന്താണോ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് എന്നതെല്ലാം അച്ഛനായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇടപാട്, ഈ ഒരു ഷൈൻ ടോം ചാക്കോയുടെ വിവാദ വിഷയങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതായിക്കോട്ടെ, ഈ പിന്നീട് ഉള്ള ഓരോ നീക്കത്തിൽ അമ്മയുടെ ഓഫീസിൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ, ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവായിട്ടുള്ള ചാക്കോയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടാണ് ഇന്ന് രാവിലെ അറിഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞു അവർ തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടതാണ്. അത് ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകേണ്ട 2ാമത്തെ ദിവസമായിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അവിടേക്ക് പോകേണ്ടത്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്, പോകുന്നതിനിടയിലാണ് സേലത്തിനടുത്ത് വെച്ച് ഈ ഒരു വാഹനാപകടം ഉണ്ടായത്. ട്രാക്ക് മാറി, ഫ്രണ്ടിൽ പോയ ലോറി ട്രാക്ക് മാറി വന്നതാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വണ്ടി ഓടിച്ചിരുന്ന പാച്ചു എന്ന അനീഷ് പറയുന്നത്. ഫ്രണ്ടിലുണ്ടായിരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനായിരുന്നു. പുറകിലായി നടുഭാഗത്തായിട്ടാണ് അച്ഛനും അമ്മയും ഇരുന്നത്. അതിന് ഏറ്റവും പുറകിലായിട്ടാണ് ഷൈൻ ടോം ചാക്കോ കിടക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഈ വാഹനം ഇടിച്ചു. അച്ഛൻ സീറ്റിൻ്റെ ഫ്രണ്ടിലേക്ക്, ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പുറകിലാണ് അച്ഛൻ ഇരുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് തലയിടിച്ചാണ് അദ്ദേഹം മരിച്ചത്.
അനീഷ് പറയുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയങ്ങളിലൊക്കെ ചെറിയൊരു മൂളൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ പിന്നീട് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കൈക്ക് പൊട്ടലുണ്ട്. അതിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മറ്റൊരു ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അമ്മയ്ക്കും സഹോദരനും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല, നിസ്സാര പരിക്കുകളേ ഉള്ളൂ. എന്തായാലും വലിയൊരു വേർപാട് തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച. ഈ അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹം തൻ്റെ മകന് വേണ്ടി മകൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അവനെ നല്ലൊരു മനുഷ്യനാക്കി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. സിനിമാ സംഘടനയിലുള്ളവർക്കൊക്കെ വളരെ അടുപ്പമുള്ള, വളരെ സൗഹൃദം പുലർത്തുന്ന, നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ചാക്കോ. ഈ അടുത്ത ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് 2 മക്കളെ, അതായത് ഷൈൻ ടോം ചാക്കോയെ സഹോദരനെ വെച്ചുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാനൊക്കെ പദ്ധതി ഇടുന്നതായിരുന്നു. അതിൻ്റെ കരാറിനും അതിൻ്റെ മറ്റ് കാര്യങ്ങളും രജിസ്ട്രേഷനും ഒക്കെ സംഘടനകൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. എന്തായാലും മൃതദേഹം നാളെ ആയിരിക്കും തൃശ്ശൂരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സേലത്തെ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കും വിദഗ്ധ ചികിത്സ വേണ്ടതിനാൽ അതുകൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും കുടുംബം നാട്ടിലേക്ക് എത്തുക, തൃശ്ശൂരിലേക്ക് എത്തുക. ഇവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അച്ഛനപ്പുറം വലിയ സുഹൃത്തിനെ പോലെ, പ്രത്യേകിച്ചും സിനിമാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, ഷൈൻ ടോം ചാക്കോയെ ശാസിക്കുന്ന, എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് നിർത്തുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവായിരുന്നു ചാക്കോ. അതുകൊണ്ട് തന്നെയാണ് ചാക്കോയുടെ മരണം ഷൈൻ ടോം ചാക്കോയെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.